ഹായ് മിച്ചവരെ, അവിടെ എല്ലാവർക്കും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി നല്ല ബീട്രൂട്ട് തോരൻ്റെ വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാ വീടുകളിലും ഏകദേശമുള്ള എല്ലാ വീടുകളിലും ഈ ബീട്രൂട്ട് തോരൻ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ രാവിലെ ചേട്ടനൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഊണിനാണെങ്കിലും, അല്ലെങ്കിൽ കുഞ്ഞുമക്കൾ ട്യൂഷൻ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, അപ്പോൾ കുഞ്ഞുങ്ങൾക്കായിരുന്നാലും നമ്മളിത് തീർച്ചയായും വീടുകളിൽ സെറ്റാക്കുന്നതാണ്. എങ്കിലും ഇവിടെ നിന്ന് ഞാനും വൈഫും ഞങ്ങളത് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഈ ഐറ്റമാണ് കേട്ടോ, അതായത് ബീട്രൂട്ട് തോരനാണ് കുഞ്ഞുങ്ങൾക്ക് ചോറിനൂടെ കൊടുത്തു വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ തിരികെ നോക്കില്ല, എന്തായാലും അതിനൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഏകദേശം എല്ലാ വീഡിയോയിലും അറിയാമെന്നാണ്, എല്ലാവർക്കും നല്ലതുപോലെ അറിയാമെന്നുള്ളതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത്തെ സൈസ് അത്യാവശ്യം ഒരു ബീട്രൂട്ട് എടുത്തു, അതിനകത്ത് നന്നായിട്ട് തോരൊക്കെ ചെത്തി കളഞ്ഞു, പിന്നെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഗ്രേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കൊത്തി സെറ്റാക്കി നല്ല അടിപൊളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഒരു കുഞ്ഞ് സവാളയുടെ ഞാൻ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് തേങ്ങയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഞാനിങ്ങനെ തേങ്ങയൊക്കെ ചെറിയ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം കൊത്തിട്ടാക്കി ഇനി നമുക്ക് ആ സവാള കൂടെ ഒന്ന് കട്ട് ചെയ്ത്, അതായത് കുഞ്ഞായിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയ സൈസായിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സവാള അവിടെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടുപ്പ് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനത് ഇന്നും കുക്ക് ചെയ്യുന്നത് നമ്മൾ വിറകടുപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വിറകടുപ്പിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ്സും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അത് എന്തായാലും ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഒരു ജാർ എടുത്തു. ഓൾറെഡി നേരത്തെ ഞാൻ തേങ്ങ തിരികെ അതായത് ചെറിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആവശ്യത്തിന് തേങ്ങ എടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ചെറിയ വെളുത്തുള്ളി അല്ലി എടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് ജീരകം ഇടാം. അതിനുശേഷം ആവശ്യത്തിന് നമുക്ക് എരിവിന് മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ അല്ലെങ്കിൽ തൊണ്ടമുളകൊക്കെ ഇതിലരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തോരൻ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തോരൻ അടിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് നന്നായിട്ട് വെന്ത് കിടക്കുന്ന നമ്മുടെ ബീട്രൂട്ടിലേക്ക് നമ്മളത് തോരനെ കൂടെ ചേർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ചങ്കന്മാരെ വളരെ സിമ്പിളാണ് കേട്ടോ. ഇതുവരെ ആരും ഇതുപോലെ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് കുക്ക് ചെയ്യണേ. അപ്പോൾ അടിപൊളിയാണ്, ഐറ്റം സെറ്റായി. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ സെറ്റാക്കാൻ പറ്റിയൊരു കിടക്കാച്ചി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഈ തോരൻ എളുപ്പത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മൾ ഐറ്റം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചങ്ങന്മാരെ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കൊണ്ട് കാണാം. അതുവരെ ബൈ.